നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ നക്ഷത്രത്തിനും ഗ്രഹത്തിനും രാശിക്കും എല്ലാം പല വിധത്തിലുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും ഓരോ സമയത്തും സംഭവിക്കുന്നുണ്ട്. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ സമയത്ത് അതിൻ്റേതായ ദശാകാലങ്ങളൊക്കെ വരുമ്പോൾ നേട്ടങ്ങളും അതേപോലെ തന്നെ കോട്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം വരുന്നുണ്ട്. അത് മാറിയും തിരിഞ്ഞും ദശാകാലം മാറുന്നതിനനുസരിച്ചാണ് വരുന്നത്. എന്നാൽ ചില നക്ഷത്രക്കാരിൽ പലപ്പോഴും ദോഷങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. കാരണം നല്ലൊരു കാലം വരുന്നില്ല എന്ന് തന്നെ നമ്മൾ പറയാറില്ലേ. എപ്പോൾ നോക്കിയാലും ദോഷങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും മാത്രമാണ് സംഭവിക്കുന്നത് ചില നക്ഷത്രക്കാരിൽ. എന്നാൽ മറ്റു ചിലരിലാകട്ടെ ഏറ്റക്കുറച്ചിലുകളും അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ടാകുന്നുണ്ട്. നല്ലൊരു സമയം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ നല്ല സമയത്തിനിടയിൽ മോശ സമയങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇതിനെ എങ്ങനെയെല്ലാം മറികടക്കാം എന്നുള്ളത് നാം പലപ്പോഴും ഇരുന്ന് ആലോചിക്കാറുണ്ട്. എങ്ങനെ മറികടക്കാം? എപ്പോഴും വിഷമങ്ങളും അല്ലെങ്കിൽ ദുഃഖങ്ങളും മാത്രമാണ് ഉണ്ടാകുന്നത്. ഇതിന് എന്താണ് ഒരു പോംവഴി? അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും അവരുമായി നമ്മൾക്ക് ഇപ്പം നമ്മളൊരു ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മോടൊപ്പം കൂട്ടുകൂടുന്ന ചില ആളുകളുണ്ട്. ഇപ്പം ബിസിനസ് ആകട്ടെ, ചില ബിസിനസ് പാർട്ട്നേഴ്സുമായി ചേർന്ന് ജോയിൻ്റ് ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യും. പക്ഷേ എന്തൊക്കെ ചെയ്താൽ ചിലപ്പോൾ അത് പൊട്ടിപ്പാളീസായി പോകാറുണ്ട്. നമ്മൾ പറയാറില്ലയോ എന്ത് ചെയ്തിട്ട് അത് പൊട്ടിപ്പാളീസായെന്ന്. പക്ഷേ അത് എന്തുകൊണ്ടെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ. നമ്മോടൊപ്പം ചേരുന്ന ഇപ്പോൾ ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്നു, എന്നോടൊപ്പം 4-5 പേർ ചേരുന്നുണ്ട്. അവർ നമ്മളുടെ നക്ഷത്രത്തിന് യോജിച്ച ആളുകളാണോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലാതെ അവരോടൊപ്പം നമ്മൾ ചേർന്ന് എന്തെങ്കിലും പ്രോജക്ട്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നശിച്ച് അല്ലെങ്കിൽ തകർന്നു പോകാൻ ലോസ് സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ 27 നക്ഷത്രക്കാരിൽ ഓരോരുത്തരും അവരുടെ ഭാഗ്യം ഏത് നക്ഷത്രക്കാരുടെ കൂടെ കൂടുമ്പോഴാണ് ഭാഗ്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഭാഗ്യം ഇരട്ടിയായി വരുന്നതൊക്കെ നമ്മളുടെ ഇപ്പം നമുക്ക് അശ്വ നക്ഷത്രമാണെങ്കിൽ നമ്മോടൊപ്പം ചേരാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഒരു കാര്യത്തിന് ഏർപ്പെടുമ്പോൾ അവരുടെ ഗുണവും കൂടി ചേർന്ന് നമ്മൾക്കൊരു ഇരട്ടി പ്രോഫിറ്റ് ലഭിക്കാൻ അല്ലെങ്കിൽ ഇരട്ടി ഭാഗ്യം ലഭിച്ചത് മുന്നോട്ട് നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നാളുകാരെ കൂടി നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും തങ്ങളോടൊപ്പം ചേരാൻ പറ്റിയ അല്ലെങ്കിൽ ഭാഗ്യദായകമായ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ്. അശ്വതി നക്ഷത്രത്തിന് ശുഭകാര്യങ്ങൾക്ക് ചേരുന്ന മറ്റു നാളുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ രോഹിണി, പൂയം, അത്തം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ്. അപ്പോൾ നമ്മളൊരു കാര്യത്തിന് ഏർപ്പെടുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് ഒരാളുടെ നിന്റെ നാളെ എന്തുവെന്ന് പറയുന്നാലേ നിന്നോടൊപ്പം ഞാൻ ഒരു ബിസിനസ്സിന് ചേരുന്നുള്ളൂ, അല്ലെങ്കിൽ നിന്നോടൊപ്പം അല്ലെങ്കിൽ എന്താ നമ്മൾ പറയാറില്ലേ, പിന്നെ എന്ത് കാര്യത്തിനായാലും നമ്മുടെ കൂടെ ഒരു യാത്രയ്ക്ക് ഒരാൾ വരുമ്പോൾ പോലും നമ്മൾക്ക് നെഗറ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നങ്ങളിലേക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എന്നും പറഞ്ഞാൽ നമുക്ക് ഒരാൾ നമ്മുടെ കൂടെ വരുന്ന ആളുടെ നാളെ നോക്കിയിട്ട് അയാളെ ഒപ്പം കൂടെ കൂട്ടാനും സാധിക്കില്ല. എങ്കിൽ പോലും പറയുകയാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു അത്യാവശ്യമല്ല. ഞാൻ ഇന്നലെ മുമ്പേ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചില കാര്യങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാര് ഞാൻ പറഞ്ഞ അശ്വതിയോട് കൂടുമ്പോൾ ഏത് കാര്യത്തിന് ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരു അത്യാവശ്യത്തിന് വന്നാൽ പോലും ശുഭപര്യവസായിയായ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് കൂടെ യോജിപ്പിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഏർപ്പെടുമ്പോൾ മുന്നോട്ട് തങ്ങളുടെ ഒപ്പം ഇവർ വന്നാൽ നമ്മൾക്കത് ഗുണകരമായി മാറുമെന്നുള്ള നക്ഷത്രം അശ്വതിയാണ്. അശ്വതി, മകയിരം, പുണർദം, മകം, പൂരം, ചിത്തിര, മൂലം, പൂരാടം, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഭരണി നക്ഷത്രത്തിന് കൂടെ ചേരുന്നത് ശുഭകരമായി മാറുന്ന മറ്റു നക്ഷത്രങ്ങൾ. അടുത്തത് കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് അശ്വതി, രോഹിണി, പൂയം, മകം, അത്തം, കാർത്തിക, ചോതി, മൂലം, തിരുവോണം, ഉത്രട്ടാതി, കാർത്തികക്കാർക്കൊപ്പം കാർത്തിക തന്നെ വരുന്നതും നല്ലതാണ്. എന്നീ നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രത്തിനൊപ്പം ചേരുന്നത് നല്ലത്. ഇത് ശുഭകാര്യങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടും. എന്ന് പറഞ്ഞാൽ ശുഭകാര്യങ്ങൾ അതിൻ്റെ ഫലം കൂടുതൽ കൂട്ടിത്തരും ഈ നക്ഷത്രക്കാർ അവരുടെ ഒപ്പം ഉണ്ടെങ്കിൽ. അടുത്തത് രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാരുടെ ഒപ്പം മകയിരം, പുണർദം, ഉത്രം, ചിത്തിര, അവിട്ടം, ചോതി, രോഹിണി ഇവരെല്ലാം എന്തെങ്കിലും കാര്യത്തിന് ഇവർക്കൊപ്പം കൂടുകയാണെങ്കിൽ അത് ശുഭപര്യവസായി ആയിട്ടുണ്ടാകുന്നതാണ്. അടുത്തത് മകയിരമാണ്. മകയിരം നക്ഷത്രക്കാർക്കൊപ്പം അശ്വതി, രോഹിണി, പൂയം, മകം, മകയിരം തന്നെ, ഉത്രം, ചിത്തിര, അത്തം, ചോതി, അനിഴം, മൂലം, ചതയം എന്നീ നക്ഷത്രക്കാർ അവരുടെ ഒപ്പം കൂടുകയാണെങ്കിൽ അത് നല്ല ഫലങ്ങൾ നൽകുന്നതായിരിക്കും.
അതായത് തിരുവാതിര നക്ഷത്രക്കാർക്കൊപ്പം രോഹിണി, മകയിരം, പുണർദം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാരാണ് ഇവർക്കൊപ്പം ചേരുമ്പോൾ ശുഭകരമായി മാറുന്ന മറ്റു നക്ഷത്രങ്ങൾ. അടുത്തത് പുണർദമാണ്. പുണർദ നക്ഷത്രക്കാർക്കൊപ്പം മകയിരം, പൂരം, മകം, ഉത്രം, ചിത്തിര, ചോതി, അനിഴം, മൂലം, ചതയം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരാണ് പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന മറ്റ് നക്ഷത്രങ്ങൾ. ഇവരുടെ കൂടെ ചേർന്ന് ജോയിൻ്റായി ചെയ്യുന്ന ഏത് കാര്യങ്ങളും നേട്ടത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്, നേട്ടം തന്നെ കൊണ്ടുവരും. അടുത്തത് പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്കൊപ്പം രോഹിണി, പുണർദം, അത്തം, ചിത്തിര, തിരുവോണം, രേവതി ഈ നക്ഷത്രക്കാർക്കും പൂയ നക്ഷത്രത്തിന്റെ ഭാഗ്യ നക്ഷത്രമാണ്. അടുത്തത് ആയില്യമാണ്. ആയില്യ നക്ഷത്രക്കാർക്കൊപ്പം അശ്വതി, മകീരം, പുണർദം, പൂയം, മകം, ഉത്രട്ടാതി, ചിത്തിര, അനിഴം, മൂലം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരെ അവർക്കൊപ്പം കൂട്ടുന്നത് നല്ലതായിരിക്കും. നല്ല കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോഴും അല്ലെങ്കിൽ ബിസിനസ് കാര്യത്തിനൊക്കെ ഈ നക്ഷത്രങ്ങൾ യോജിച്ചതാണ്. അടുത്തത് മകമാണ്. മകൻ നക്ഷത്രക്കാർക്കൊപ്പം പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, ചതയം എന്നീ നക്ഷത്രക്കാരാണ് യോജിക്കുന്നത്. അടുത്തത് പൂരം നക്ഷത്രത്തിനൊപ്പം അശ്വതി, പുണർദം, മകം, ഉത്രം, ചിത്തിര, മൂലം, ഉത്രാടം, അവിട്ടം എന്നീ നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാരുടെ ഭാഗ്യത്തിന് എത്രത്തോളം ഇവരെ കൂട്ടുമ്പോൾ ഇവർ നമ്മുടെ ഒപ്പം കൂടുകയാണെങ്കിൽ നമുക്ക് ഗുണകരമായ ഫലങ്ങൾ ഏറെ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കൊപ്പം അശ്വതി, രോഹിണി, പൂയം, മകം, അത്തം, ഉത്രം, ചോതി, അനിഴം, മൂലം, തിരുവോണം, ചതയം എന്നീ നക്ഷത്രക്കാരാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാർക്കൊപ്പം മകീരം, ഉത്രം, ചിത്തിര, ഉത്രാടം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രക്കാർ. ചിത്തിര നക്ഷത്രത്തിനൊപ്പം രോഹിണി, മകം, ഉത്രം, അത്തം, ചോതി, ചിത്തിര, കന്നിക്കൂറുകാർ. അതേപോലെ അനിഴം, മൂലം, ഉത്രാടം, തിരുവോണം, ഉത്രട്ടാതി, ചിത്തിര, അശ്വതി, മകം, ഉത്രം എന്നീ നക്ഷത്രക്കാർ അവർ തങ്ങൾക്കൊപ്പം കൂടുകയാണെങ്കിൽ അത് ഗുണകരമായ ഫലങ്ങൾ നൽകുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രത്തിനൊപ്പം പുണർദം, അത്തം, ചിത്തിര, തിരുവോണം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രക്കാർ ശുഭകരമാണ്. അടുത്തത് വിശാഖമാണ്. വിശാഖ നക്ഷത്രത്തിനൊപ്പം അശ്വതി, പൂയം, ഉത്രം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, മൂലം, ഉത്രാടം, അവിട്ടം, ഉത്രട്ടാതി, വിശാഖം, അശ്വതി, പൂയം, ഉത്രം, ചിത്തിര, ചോതി എന്നീ നക്ഷത്രക്കാർ ചേരുന്നത് വിശാഖ നക്ഷത്രക്കാർക്ക് നല്ലതാണ്. അടുത്തത് അനിഴമാണ്. അനിഴം നക്ഷത്രക്കാർക്കൊപ്പം രോഹിണി, അത്തം, ചോതി, തിരുവോണം, ചതയം, രേവതി എന്നീ നക്ഷത്രക്കാരാണ് ചേരുമ്പോൾ ഗുണകരമാവുന്നത്. അടുത്തത് തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രത്തിനൊപ്പം അശ്വതി, പൂയം, മകം, ചിത്തിര, തിരുവാതിര, മൂലം, ഉത്രാടം, അവിട്ടം, ഉത്രട്ടാതി. അടുത്തത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രത്തിനൊപ്പം രോഹിണി, ചോതി, അനിഴം, ചതയം, തിരുവോണം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേരുമ്പോൾ ഗുണകരമായ ഫലമുണ്ടാകുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രത്തിനൊപ്പം അശ്വതി, മകയിരം, മകം, പൂരം, ഉത്രം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേരുമ്പോൾ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അടുത്തത് ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രത്തിനൊപ്പം അശ്വതി, പൂരം, പൂയം, മകയിരം, ഉത്രം, ഉത്രാടം, മകം, അനിഴം, അവിട്ടം, ചതയം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നത് ഗുണകരമായ മാറ്റങ്ങൾ നൽകുന്നതാണ്. അടുത്തത് തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്കൊപ്പം മകയിരം, പുണർദം, ചിത്തിര, ഉത്രാടം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രക്കാർ ചേരുമ്പോൾ ശുഭപര്യവസായി ഉണ്ടാകുന്നതാണ്. അടുത്തത് അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർക്കൊപ്പം അശ്വതി, അത്തം, ഉത്രാടം, രോഹിണി, അവിട്ടം, ചോതി, തിരുവോണം, പൂയം, മൂലം, ചതയം, ഉത്രട്ടാതി, അവിട്ടം തന്നെ നക്ഷത്രക്കാർ ചേരുന്നത് ഗുണകരമായ പര്യവസായി ഉണ്ടാകുന്നതാണ്. അടുത്തത് ചതയമാണ്. ചതയം നക്ഷത്രക്കാർക്കൊപ്പം രോഹിണി, മകയിരം, പുണർദം, തിരുവോണം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രക്കാർക്കൊപ്പം എന്ത് കാര്യം ചെയ്യുന്നതും ഗുണകരമായ മാറ്റം നൽകുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കൊപ്പം അശ്വതി, മകയിരം, പൂയം, മകം, ചോതി, പൂരുരുട്ടാതി, അനിഴം, ഉത്രാടം, അവിട്ടം, ചതയം, ഉത്രട്ടാതി, ഉത്രം എന്നീ നക്ഷത്രക്കാർ പൂരുരുട്ടാതിയുടെ ഭാഗ്യ നക്ഷത്രങ്ങളാണ്. പൂരുരുട്ടാതിക്കൊപ്പം ചേർക്കാൻ പറ്റിയ നക്ഷത്രങ്ങളാണ്. അടുത്തത് ഉത്രട്ടാതിയാണ്. രോഹിണി, പുണർദം, അത്തം, തിരുവോണം, ചതയം, രേവതി എന്നീ നക്ഷത്രക്കാർക്കൊപ്പം ഉത്രട്ടാതി നക്ഷത്രക്കാർ എന്ത് കാര്യം ചെയ്താലും ഗുണകരമായ പര്യവസായി ഉണ്ടാകുന്നതാണ്. അടുത്തത് രേവതിയാണ്. അശ്വതി, മകയിരം, പുണർദം, പൂയം, മകം, ഉത്രം, അനിഴം, മൂലം, അവിട്ടം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരാണ് ഇവർക്ക് ഭാഗ്യദായകമായ മറ്റു നക്ഷത്രങ്ങൾ. അപ്പോൾ എന്ത് കാര്യത്തിനായാലും ഒരു ബിസിനസ്സിനായാലും എന്ത് കാര്യത്തിനും ഒപ്പം കൂട്ടാൻ തങ്ങളുടെ നക്ഷത്രത്തിനൊപ്പം തങ്ങൾക്ക് ഗുണകരമായ തങ്ങളോടൊപ്പം കൂടുകയാണെങ്കിൽ നമ്മൾക്ക് ഗുണകരമായി ഭവിക്കുന്ന മറ്റ് നക്ഷത്രങ്ങളുള്ള ആളുകൾ കൂടെ കൂടുമ്പോൾ നമുക്കൊരു ഗുണകരമായ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് എപ്പോഴും ഒരു ലക്ക് നമ്മൾക്കൊപ്പം ഉണ്ടാകുന്നത് ഈ നക്ഷത്രക്കാരെ നമ്മുടെ കൂടെ കൂട്ടുമ്പോഴാണ്. ഇത് അറിഞ്ഞിരുന്ന് നമ്മൾക്ക്
ഈ നക്ഷത്രക്കാരെ മാത്രമേ കൂടെ കൂട്ടി എന്ത് കാര്യവും ചെയ്യാൻ പറ്റൂ എന്നല്ല, എങ്കിൽ നമ്മൾക്കൊപ്പം കൂടുന്ന ആൾ എന്ത് നക്ഷത്രമാണെന്ന് അറിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ചെയ്യുന്ന കാര്യത്തിന് വീണ്ടും അത് ശക്തി ലഭിക്കുകയും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം വിജയത്തിലെത്താനും സാധിക്കുന്നതാണ്. അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് കാര്യത്തിനും ബിസിനസ്സിനൊക്കെ ഇറങ്ങുമ്പോൾ പാർട്ട്നേഴ്സിൻ്റെ നാളൊന്ന് ചോദിച്ചൊക്കെ വെക്കുന്നത് നമ്മൾക്ക് ഭാവിയിൽ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കൂടെ കൂട്ടുന്ന ആൾ നമുക്ക് ഭാഗ്യം നൽകാൻ അല്ലെങ്കിൽ ഭാഗ്യം ലഭിക്കാനായിട്ടൊരു സഹായിയായി മാറുന്ന ആളാണോ എന്നും നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമസ്കാരം.